ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണ്. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചധികം നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നതിന് എന്നാൽ കാരണമൊന്നുമില്ല കേട്ടോ. മടി തന്നെയാണ് മെയിൻ കാരണം. എഡിറ്റ് ആക്കാനും വോയിസ് കൊടുക്കാനെല്ലാം ഭയങ്കര മടിയാണ്. വീഡിയോ എടുക്കാനും പിന്നെ അതിനേക്കാളും മടിയാണ്. ഇതിപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നിപ്പോൾ ഇതാ ഞാനും മോനും ഒരുമിച്ച് തന്നെയാണ് എണീച്ചത്. ഇന്ന് പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു എണീക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വിൻഡോസ് എല്ലാം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് മോനെയും എല്ലാം ജസ്റ്റ് ഒന്ന് പുറത്തേക്കെല്ലാം കാണിച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് അങ്ങനെ പിന്നെ പ്ലാന്റ്സിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ട് പിന്നെ ഞാനിതാ കോഫി കുടിക്കുന്നുണ്ട്. ഇന്നിപ്പം കുറച്ച് ലേറ്റ് ആയിന് എണീക്കാൻ. അതുകൊണ്ട് തന്നെ കോഫി മാത്രമേ കുടിക്കുന്നുള്ളൂ. പിന്നെ വേഗം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ചിൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ ഇതാ കുളിപ്പിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ ഇതാ ഓനിക്കുള്ള ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്നും ആസ് യൂഷ്വൽ കഞ്ഞി തന്നെയാണ്. പിന്നെ ഇതാ ഹാളെല്ലാം ഒന്ന് വൃത്തിയാക്കാനെല്ലാം ഉണ്ടായിരുന്നു. വൃത്തിയാക്കാനെന്ന് പറയാനൊന്നുമില്ല, മോൻ്റെ ടോയ്സെല്ലാം ഒന്ന് എടുത്ത് വെക്കാനെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം ചെയ്ത് പിന്നെ ഇതാ ഫുഡെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിന്. ഇന്നിപ്പം ചോറും മീൻകറിയും മീൻ പൊരിക്കുക ചെയ്തേ. പിന്നെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിന്. ഈ സമയത്തും ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇത് തന്നെയാണ് ക്ലൈമറ്റ്. പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞിന് വീഡിയോക്ക് തീരെ ലെങ്ത് ഇല്ല, കുറച്ച് ലെങ്ത് കൂട്ടണമെന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയാണ് ഇഷ്ടം ലെങ്തി വീഡിയോസ്. പക്ഷേ വേറെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഷോർട്ട് വീഡിയോസാണ് ഇഷ്ടം. കാരണം കുറേ സമയം ഇങ്ങനെ കണ്ടിരിക്കുന്നതും ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെറുതാക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ആകുമ്പം നമുക്ക് എടുക്കാനും സുഖമാണ്. കുറേ സമയം ഇങ്ങനെ ക്യാമറ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ച് അങ്ങനെ പറഞ്ഞു പോവല്ലേ ചെയ്യൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതന്നെ എഡിറ്റ് ആക്കാനെല്ലാം മടിയാണിപ്പം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലെങ്തി വീഡിയോസും കൂടി എടുത്താൽ എന്താവും അറിയില്ല. എന്നാലും ഇൻഷാ അല്ലാ ഞാൻ കുറച്ച് ലെങ്തി ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞിന്. ഇതിപ്പോൾ ഇതാ മഗ്‌രിബെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയതാണ്. ഇത് ഞാൻ ഇവിടുത്തെ ബറാത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ എന്തെങ്കിലും ഒരു മധുരമാക്കണമെന്ന് വിചാരിച്ചിനേനു. പക്ഷേ അന്ന് നോക്കുമ്പം സാധനമൊന്നുമില്ല. ഞാനങ്ങനെ പ്ലാൻ ആക്കിയിട്ടൊന്നുമില്ല അന്നത്തെ ദിവസം അന്ന് വിചാരിച്ചേ. അതുകൊണ്ട് സാധനം നോക്കുമ്പോൾ പാലില്ല, അങ്ങനെ വേണ്ടുന്ന സാധനം ഒന്നുമില്ലേനു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിട്ട് പിന്നെ അതിനെക്കൊണ്ട് ഫ്രൂട്ട് സലാഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാം മുറിച്ചിടലാണ്. പിന്നെ ഞാൻ കസ്റ്റാർഡ് മിക്സ് അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിപ്പം ജസ്റ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അതിൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ആക്കുന്നതാണ്. നമ്മളധികവും അങ്ങനെ തന്നെയാണ് കേട്ടോ ആക്കൽ. കസ്റ്റാർഡ് മിക്സ് ഞാൻ വാങ്ങൽ തന്നെ കുറവാണ്. നമുക്കിങ്ങനെയാണ് ഇഷ്ടം താനും. കാരണം ഇത് എൻ്റെ വീട്ടിലെ മെയിനായിട്ടുള്ളൊരു സാധനമാണ്. കാര്യം നമ്മളാരും ഫ്രൂട്ട്സ് തിന്നാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫ്രൂട്ട് സലാഡ് പോലെ ആക്കിയിട്ടാണ് ഫ്രൂട്ട്സ് തീറ്റിപ്പിക്കൽ ഐസ്ക്രീമെല്ലാം ഇട്ടിട്ട്. അപ്പം എന്താ പറയുക, ഇത് ഇഷ്ടമാണ് കേട്ടോ. ഫ്രൂട്ട്സെല്ലാം കട്ട് ചെയ്ത് വെച്ചത് ഇതിപ്പം ആപ്പിളും മാങ്ങയും പിന്നെ പഴം വന്നിട്ട് എടുത്തത്. വേറെ കാര്യമായിട്ടൊന്നും ഇല്ലേനു. അങ്ങനെ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ആക്കി. പിന്നെ ഇതാ കുറച്ച് പാത്രമെല്ലാം കൈ വെക്കാനെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഇനിയിപ്പം വൈകുന്നേരത്തേക്ക് ബർഗർ ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ നെസ്റ്റോ പോയ സമയത്ത് ബർഗറിൻ്റെ മിക്സും കാര്യങ്ങളെല്ലാം വാങ്ങി വെച്ചിനേനു. അപ്പോൾ പിന്നെ ഇതാ ഇനിയിപ്പോൾ അതന്നെ ആക്കി. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഉണ്ടല്ലോ അപ്പുറത്തെ റൂമിൽ തന്നെ, അപ്പോൾ അവർക്കുള്ളതും കൂടി ആക്കുന്നുണ്ട്. ഇങ്ങനത്തെ എല്ലാം ഇടയ്ക്കെല്ലാം വാങ്ങിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ മടിയുള്ള ദിവസമെല്ലാം ഇതെല്ലാം വെച്ചിട്ട് ഒപ്പിക്കാം. ഒരുതരം മടി തന്നെയാണ്. പിന്നെ ഇപ്പം മഴ കൂടി ആയതുകൊണ്ട് നല്ല മടി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഫില്ലിങ്ങെല്ലാം റെഡി ആയിട്ട് പിന്നെ ഇതാ ബന്നയിലൊന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതും നമ്മൾ നെസ്റ്റോ പോയ സമയത്ത് തന്നെ വാങ്ങിയതാണ്. ഇത് ബർഗറിൻ്റെ ബൻ തന്നെയാണ്. മീൻസ് മേലയിൽ ആ ഒരു എള്ളെല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ള സാധനം വെച്ചിട്ട് എന്തെല്ലോ ഫില്ല് ചെയ്ത് വെച്ചിന്. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും തന്നെയുള്ളൂ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത്. കണ്ടിഷ്ടമായാലും എപ്പം പറയുന്ന പോലെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.